സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹരികുമാറാണ്. സാർ, സ്വാഗതം. നമസ്തേ സാർ, സിംഗപ്പൂരിൻ്റെ ഒരു മുൻ അംബാസഡർ പറയുന്നു പാകിസ്ഥാനെ ഒരു രാജ്യമെന്ന് പോലും കണക്കാക്കാൻ പറ്റില്ല, പഴയ ഏതോ പ്രേതം അതിൻ്റെ ബാധയിലാണ് ആ രാജ്യം ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ നമ്മുടെ സംശയം, ലോകരാജ്യങ്ങൾ പാകിസ്ഥാനെ ട്രോളുമ്പോൾ ചൈനയും അമേരിക്കയും പോലുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനെ ഇത്ര താല്പര്യത്തോടെ കാണുന്നത് എന്തുകൊണ്ടാണ് സാർ? പാകിസ്ഥാൻ ശരിക്കും ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ ഒരു സൃഷ്ടിയാണ്. പാകിസ്ഥാൻ എന്ന രാജ്യം നിലനിൽക്കേണ്ടത് ഈ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ ഒരു ആവശ്യമാണ്. പക്ഷെ നിഷ്പക്ഷമായിട്ട് ലോകം ഇപ്പോൾ കാര്യങ്ങൾ വിലയിരുത്തി തുടങ്ങിയിരിക്കുന്നു. അതാണ് ഈ കഴിഞ്ഞ ദിവസം സിംഗപ്പൂർ മുൻ അംബാസഡർ ആയിരുന്ന, സിംഗപ്പൂരിന്റെ വിദേശ നയത്തിൽ ഇപ്പോഴും നിർണായക സ്വാധീന ശക്തിയായ ബിലാരി കൗശിക എന്ന നയതന്ത്ര വിദഗ്ധൻ, അദ്ദേഹം പാകിസ്ഥാനെ കുറിച്ച് വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് നടത്തിയത്. അദ്ദേഹം പറയുന്നത് പാകിസ്ഥാന്റെ കൈവശമുള്ള ന്യൂക്ലിയർ ആയുധങ്ങൾ മാത്രമാണ് പാകിസ്ഥാൻ ഇന്ന് ലോകത്തില് എന്തെങ്കിലും പ്രസക്തി നൽകുന്നത് എന്നാണ്. ആ ന്യൂക്ലിയർ ആയുധങ്ങൾ പാകിസ്ഥാന്റെ കൈവശം ഇല്ലെങ്കിൽ അതോടുകൂടി പാകിസ്ഥാൻ ചിത്രത്തിലെ മാഞ്ഞു പോകും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്ന കാരണം, നമുക്കിപ്പോൾ സാധാരണ നയതന്ത്ര വിദഗ്ധനൊന്നും ആവേണ്ട കാര്യമില്ല. അദ്ദേഹം ചോദിക്കുന്നത്, ഈ പാകിസ്ഥാനിലേക്ക് നിക്ഷേപം നടത്താനോ പാകിസ്ഥാനിലേക്ക് അതുപോലെ മറ്റ് സാങ്കേതിക സഹകരണത്തിനോ ഏതെങ്കിലും രാജ്യം അവിടെ പോകാറുണ്ട്? സത്യമാണ്, ആരും പോകാറുണ്ട്. പാകിസ്ഥാൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ലോകത്തിൽ? ഒന്നുമില്ല. പാകിസ്ഥാന് ഏക പ്രസക്തി പാകിസ്ഥാന്റെ കൈവശം ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അത് പാകിസ്ഥാന്റെ കൈമോശം വന്നാൽ, അല്ലെങ്കിൽ ആ ടെക്നോളജിക്ക് പ്രസക്തി ഇല്ലാത്ത കാലത്തേക്ക് നമ്മൾ എത്തിയാൽ അതോടെ പാകിസ്ഥാൻ ഇല്ലാതായി. അപ്പോ പാകിസ്ഥാൻ അനുകൂലികളായിട്ടുള്ള ചിലരൊക്കെ പറയുന്ന ഒരു വാദഗതിയുണ്ട്, പാകിസ്ഥാന്റെ ഒരു ജിയോഗ്രഫിക്കൽ പൊസിഷൻ, അതായത് ഒരു ഭാഗത്ത് അഫ്ഗാനിസ്ഥാൻ, മറുഭാഗത്ത് ഇന്ത്യ, ഈ രണ്ട് രാജ്യങ്ങളും പാകിസ്ഥാനുമായിട്ട് നല്ല ബന്ധത്തിലല്ല. പിന്നെ ചൈന, അത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു വലിയ ശക്തി ഒരു സ്ഥലത്ത്. മറ്റൊരു സ്ഥലത്ത് പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിട്ടുള്ള ഈ ഉസ്ബക്ക്, അതിന്റെയൊക്കെ കുറച്ച് അറ്റവും മൂലയൊക്കെ പാകിസ്ഥാന്റെ അടുത്ത് വരും, തജിക്കിസ്ഥാന് ഒക്കെ. അപ്പൊ ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് പാകിസ്ഥാന് ഇത്രയും അതിർത്തികൾ സംരക്ഷിക്കാൻ പാകിസ്ഥാന് പറ്റുന്നില്ല. പലയിടത്തുനിന്നും തീവ്രവാദികൾ നുഴഞ്ഞു കയറാം. ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് പ്രസക്തിയില്ലാത്തത്. പക്ഷേ ഈ ബിലാരി പറയുന്ന അതല്ല. അദ്ദേഹം പറയുന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ജന്മിത്ത വ്യവസ്ഥിതി മാറി. ഇന്നും ജന്മിത്ത വ്യവസ്ഥിതി നിലനിൽക്കുന്ന ലോകത്തെ ഒരേ ഒരു രാജ്യം, ഏതാണ്ട് ഒരു 250 കൊല്ലം പിറകിലാണ് പാകിസ്ഥാൻ. അതിനൊരു ഉദാഹരണം അദ്ദേഹം പറയുന്നു. ഈ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു സംഘം തീവ്രവാദികൾ ഒരു വിമാനം റാഞ്ചുന്നു. അത് സിംഗപ്പൂരിൽ വെച്ചിട്ടാണ്. കുറച്ചാൾ മുമ്പ് നടന്നൊരു സംഭവം. അപ്പോ വിമാനം റാഞ്ചാൻ പോലും വിമാന റാഞ്ചികൾക്ക് അറിഞ്ഞുകൂടാ. അതാണ് അദ്ദേഹം പറയുന്നത്. കാരണം എല്ലാ വിമാനത്താവളത്തിലും ഒരു പ്രത്യേക സ്പോട്ട് ഉണ്ട്, കുറച്ച് ഏരിയ ഉണ്ടായിരിക്കും വിമാന റാഞ്ചികളെ കൃത്യമായിട്ട് നേരിടാനുള്ള സംവിധാനങ്ങളുള്ളത്. അതായത് ആ ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക ഇൻഫ്രാസ്ട്രക്ചർ കാണും. വിമാനം കൃത്യമായിട്ട് സ്പോട്ട് ചെയ്യാൻ, വിമാനത്തിൽ എന്താണ് നടക്കുന്നത്, വിമാനത്തെ പെട്ടെന്ന് ആക്രമിച്ച് വിമാന റാഞ്ചികളെ കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു സ്പോട്ടുണ്ട്. ഈ പാകിസ്ഥാനിൽ നിന്ന് വന്ന വിമാന റാഞ്ചികള് വിമാനം അതേ സ്ഥലത്താണ് കൊണ്ടല്ലോ ഇറക്കിച്ചത്. അപ്പൊ തന്നെ അത് കീഴടക്കാൻ വളരെ എളുപ്പം. എന്നാലും വിമാന റാഞ്ചികൾക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ യാത്രക്കാർക്കും പരിക്കേൽക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് കാരണം അവരുടെ ആവശ്യം എന്താണെന്ന് അവരോട് ചോദിച്ചു സിംഗപ്പൂർ അധികാരികൾ. അപ്പൊ സർക്കാർ ചോദിച്ചിട്ട് അവർക്ക് കൃത്യമായിട്ടൊരു ആവശ്യം പറയാൻ പറ്റുന്നില്ല. പിന്നീട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അന്ന് ബേനസീർ ഭൂട്ടോയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി, ഞങ്ങൾക്ക് ബേനസീർ ഭൂട്ടോയായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കീഴടങ്ങാമെന്ന് പറഞ്ഞു. അപ്പൊ ബേനസീറുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഇദ്ദേഹമാണ്, ഈ ബിലാരിയാണ് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെടുന്നത്. പക്ഷേ നിരവധി തവണ വിളിച്ചിട്ടും
ബേനസീർ ഭൂട്ടോയുടെ സെക്രട്ടറിയോ ആരോ അറ്റൻഡ് ചെയ്തില്ല. അങ്ങനെ ഏതായാലും റിപ്പീറ്റഡ് ആയിട്ടുള്ള വീണ്ടും വീണ്ടുമുള്ള വിളികൾക്ക് ശേഷം അവർ ഫോൺ എടുക്കുന്നു. ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അത് ബേനസീർ ഭൂട്ടോ ഉറങ്ങുന്ന ബേനസീർ ഭൂട്ടോയെ ഉണർത്താൻ പറ്റത്തില്ല, ബാക്കി കാര്യമൊക്കെ പിന്നെ അടക്കട്ടെ. അതായത് ഒരു വിമാന റാഞ്ചുകൾ, പാകിസ്ഥാനിൽ നിന്നുള്ള വിമാന റാഞ്ചുകൾ ഇത്ര ഒരു ഒരു 100-200 മനുഷ്യരുടെ ജീവിതം വെച്ച് പന്താടുമ്പോൾ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉറങ്ങുകയാണ്. അവിടെ തീരുമാനമെടുക്കാനുള്ള ഒരു ഘടകമില്ല. കാരണം അവിടുത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒരു രാജാവ് പോലാണ്. ഇതാണ് അവിടുത്തെ പ്രശ്നം. അതായത് ആധുനിക അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസോ ഒരു കാര്യത്തിലും സംവിധാനങ്ങളോ ഇല്ല. അവസാനം സിംഗപ്പൂർ ഒരു സ്പെഷ്യൽ ഫോഴ്സസ് വിമാനത്തിനുള്ളിലേക്ക് ഇരച്ചു കയറി. ഭാഗ്യത്തിന് ആ യാത്രക്കാർക്കാർക്കും പരിക്ക് പറ്റിയില്ല. മുഴുവൻ ആക്രമികളെ അവർ വെടിവെച്ചു. ഇത് അദ്ദേഹം പറയുന്നുണ്ട്, കുറച്ച് ഭാഗ്യം കൂടെ ഉണ്ടായിരുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും യാത്രക്കാരൻ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് ഇതിനൊന്നും ഒരു പ്രത്യേകിച്ച് സീരിയസ്നെസ് കൊടുക്കുന്നില്ല. അതായത് അവിടെ ഇന്ന് നിലനിൽക്കുന്ന ഒരു അവസ്ഥയിൽ പാകിസ്ഥാൻ നിലനിൽക്കുന്നത് തന്നെ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ഈ ധനസഹായത്തിന്റെ ഒരു ശക്തിയിലാണ്. സൗദി പാകിസ്ഥാന് വലിയ രീതിയിൽ ധനസഹായം ചെയ്യുന്നു. അതുപോലെ തന്നെ പിന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ ധനസഹായം ചെയ്യുന്നു. അമേരിക്ക പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടായതിനു ശേഷം ഇതുവരെ 200 ബില്യണിലധികം ഡോളറാണ് പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നതെന്നാണ് ഫ്രീ ആയിട്ട്, അതായത് ഗ്രാൻഡാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പലയിടത്തുനിന്നും പാകിസ്ഥാൻ കടം വാങ്ങിക്കാൻ തിരിച്ചു കൊടുക്കില്ല. ഇപ്പൊ ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാന് ഭക്ഷ്യധാന്യങ്ങൾ പോലും ആവശ്യത്തിന് ഇല്ല എന്നുള്ള അവസ്ഥയാണ്. ഞാൻ വായിച്ചിട്ടുണ്ട് 1960-കൾ വരെ ഇന്ത്യയെക്കാൾ മെച്ചപ്പെട്ട റോഡുകളായിരുന്നു പാകിസ്ഥാന്റെ. പാകിസ്ഥാൻ പലപ്പോഴും പല ആധുനിക സംവിധാനങ്ങളും പാകിസ്ഥാനിലും ഇറാനിലും ഒക്കെ ഇന്ത്യയെക്കാൾ മെച്ചപ്പെട്ട സംവിധാനങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ ഇറാനിൽ നിന്നും ഇന്ത്യയിലേക്ക് അഭയാർത്ഥിയായി എത്തിയ ഗ്യാൻബറി സിസ എന്നൊരാളുണ്ടായിരുന്നു. ഒരുപക്ഷെ പ്രേം കണ്ടിട്ടുണ്ടാവും. അയാള് ഈ ചേർത്തലയിലെ കോഞ്ചേരി കമ്പനി ഇപ്പൊ പൂട്ടിപ്പോയെന്ന് തോന്നില്ലേ. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ന് പാകിസ്ഥാൻ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. അതായത് ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപേക്ഷിക്കാനും വയ്യ, ന്യൂക്ലിയർ ആയുധങ്ങൾ നിലനിർത്തുന്നത് ഒരു വലിയ ബാധ്യതയുമാണ്. അതായത് ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ്, പ്രസക്തി അതിന്റെ വെറും ആയുധങ്ങൾ മാത്രമാണെന്നുള്ള ഒരു അവസ്ഥ ആ രാജ്യത്തിന് വലിയൊരു ബാധ്യതയാണ്. ഇപ്പോ ഞാനിപ്പം മറ്റൊരു കാര്യം ചിന്തിക്കുന്നത്, യഥാർത്ഥത്തിൽ നമ്മളിപ്പോ ആദ്യം അത് പറഞ്ഞതാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ വ്യാപാരം കൃത്യമായിട്ട് നടക്കുന്ന ഒരവസ്ഥയായിരുന്നെങ്കിൽ ഇന്ത്യയെക്കാൾ അധികം അതുകൊണ്ട് മെച്ചമുണ്ടാകുന്ന പാകിസ്ഥാനാണ്. കാരണം പാകിസ്ഥാന് പല ഇലക്ട്രോണിക്സ് തൊട്ട് പല മേഖലകളിലെ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഏറ്റവും വില കുറച്ച് പാകിസ്ഥാന് ലഭിക്കുന്നത് ഇന്ത്യയിൽ നിന്നായിരിക്കും. കാരണം ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ചെലവ് കുറവായിരിക്കും. ഒന്നാമത്തെ വിഷയം. പാകിസ്ഥാന്റെ പല ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ വിൽക്കുക. പാകിസ്ഥാനിൽ നിന്നായിരുന്നു പഴയ കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ നിന്നായിരുന്നു ഡ്രൈ ഫ്രൂട്ട്സ് മുഴുവൻ ഇന്ത്യയിൽ എത്തിയിരുന്നു. ലോകത്തിലെ ഒന്നാം തരം ഡ്രൈ ഫ്രൂട്ട്സ് ആണ് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും കിട്ടുന്നത്. ഇതൊക്കെ തന്നെ അവിടെ ലക്ഷക്കണക്കിന് കർഷകർക്ക്, സാധാരണക്കാർക്ക് പ്രയോജനം ചെയ്യുന്നതായി. അതുപോലെ തന്നെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ, ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ഒരു തലത്തിലുള്ള ഒരു സൗഹൃദമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് ഇന്ത്യ ഒരുപാട് വിട്ടുവീഴ്ചകൾ പാകിസ്ഥാന് വേണ്ടി ചെയ്യുമായിരുന്നു. അതായത് ഇപ്പോഴത്തെ ഈ ജലത്തിന്റെ തർക്കം തന്നെ എടുക്കാം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകാൻ ഇന്ത്യ അനുവദിക്കത്തില്ലായിരുന്നു. മതം മാത്രമേ ഉള്ളൂ വ്യത്യാസം. പഞ്ചാബിലും പല ആൾക്കാരും ഒരേ വംശീയരാണ്. നമുക്ക് തെക്കേ ഇന്ത്യയിലെ ആൾക്കാരെക്കാൾ എത്രയോ സാമ്യമുള്ളവരാണ് പാകിസ്ഥാനികളും വടക്കേ ഇന്ത്യക്കാരും. അവർ ഒരേ ഭക്ഷണം കഴിക്കുന്നു, ഒരേ ഭാഷ. ഉറുദു എന്ന് പേര് പറയുന്നത് ഉണ്ടെങ്കിലും ഉറുദുവും ഹിന്ദിയും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ഹിന്ദി എന്നല്ല, പ്രോപ്പർ ഹിന്ദി അല്ല വടക്കേ ഇന്ത്യയിൽ സംസാരിക്കുന്നത്, ഹിന്ദുസ്ഥാനി എന്ന ഒരു വകഭേദമാണ്. അപ്പോ ശരിക്കും പറഞ്ഞാല് രണ്ടുപേരും ചപ്പാത്തി കഴിക്കുന്നു, രണ്ടുപേരും ദാല് കഴിക്കുന്നു, എല്ലാ കറികളും ഒന്നു തന്നെ. അപ്പോ ഒരേ ജനത. പക്ഷെ ഇത് ദൗർഭാഗ്യവശാൽ
പാകിസ്ഥാൻ ഇനി ഇതിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത സ്ഥിതിയിൽ അവർ സ്വയം എത്തിച്ചേർന്നിരിക്കും. ഈ ഇപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, പാകിസ്ഥാന് ടെക്നോളജിക്കലി ഒരു വികസിച്ച രാജ്യമാണ്. പാകിസ്ഥാനിലെ പല രീതിയിൽ കണ്ടുപിടുത്തങ്ങളും ആധുനിക സംവിധാനങ്ങളും എല്ലാമുള്ള ഒരു രാജ്യമാണെങ്കിൽ അവര് അപ്പോഴായിരിക്കും അവർക്ക് ഇന്ത്യക്ക് വെല്ലുവിളിയാകാൻ പറ്റുന്നത്. അങ്ങനെ ഒരു പാകിസ്ഥാൻ ന്യൂക്ലിയർ ആയുധമൊന്നും വേണമെന്നില്ല. ഇപ്പൊ പാകിസ്ഥാന് ദക്ഷിണ കൊറിയ പോലെ ആയിരുന്നെങ്കിൽ ഉള്ള ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ചു. തീർച്ചയായിട്ടും ആ പാകിസ്ഥാൻ പല മേഖലയിലും ഇന്ത്യക്കാൾ പ്രസക്തി പാകിസ്ഥാന് കൈവന്നേ. പക്ഷെ പാകിസ്ഥാൻ അങ്ങനെയല്ല, തലതിരിഞ്ഞ ഒരു ചിന്താഗതിയാണ് ഇത്. പക്ഷെ ലോകം ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പൊ പാകിസ്ഥാനെതിരെ വിമർശനം നടത്തിയത് സിംഗപ്പൂർ മാത്രമല്ല. പാകിസ്ഥാൻ പണ്ട് ഇന്തോനേഷ്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ സൗഹൃദമാണ്. 1950-കളിലൊക്കെ പല വിഷയങ്ങളിലും പാകിസ്ഥാനെ ആയിരുന്നു അന്നത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുകാർണോ സപ്പോർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്തോനേഷ്യ പാകിസ്ഥാനെ ഒരു പ്രസക്തി പോലും അവർ കൊടുക്കുന്നില്ല. ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങാൻ തുടങ്ങി. അടുത്തത് UAE. ഇതെല്ലാം മുസ്ലിം രാജ്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഈ രാജ്യങ്ങളുടെ പേര് പറയുന്നു. UAE സംബന്ധിച്ച് UAE കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് പതുക്കെ പാകിസ്ഥാനിൽ നിന്ന് അകലുകയാണ്. UAE ഒരു കാര്യം വ്യക്തമാക്കി, ഇവിടെ പാകിസ്ഥാന് പണത്തിന്റെ ആവശ്യമുള്ളപ്പോൾ ഇവിടെ പിച്ചച്ചട്ടിയുമായിട്ട് വരും. അത് കഴിയുമ്പോൾ പിന്നെ പാകിസ്ഥാനിയെ കാണാനില്ല. ഒരു സുഹൃത്ത് രാഷ്ട്രം എന്നുള്ളതിൽ ഞങ്ങളെ സഹായിക്കേണ്ട ബാധ്യത പാകിസ്ഥാൻ, പക്ഷെ പാകിസ്ഥാൻ അത് ചെയ്യുന്നില്ല. ഇത് പാകിസ്ഥാന്റെ അവസരവാദ നയങ്ങളെയും അവർ പിന്തുടരുന്ന രാഷ്ട്രീയത്തെയും അതീവ ശക്തമായ ഭാഷയിൽ UAE അപലപിച്ചു. പാകിസ്ഥാൻ മന്ത്രിമാരെ ഭിക്ഷക്കാരെന്നുള്ള രീതിയിലാണ് ആ വാക്ക് തന്നെ അവർ പ്രയോഗിച്ചു. ബഗേഴ്സ് എന്നുള്ള വാക്ക് തന്നെ അവർ പ്രയോഗിച്ചു. പാകിസ്ഥാന് കടം കൊടുത്ത $3 ബില്യൺ ഈ കഴിഞ്ഞ ഏപ്രിലാണ് ഉടനെ തിരിച്ചു വേണമെന്ന് UAE ആവശ്യപ്പെട്ടു. അവസാനം സൗദിയുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് തിരിച്ചു കൊടുത്തത്. അതിന് പകരമാണ് സൗദിയിൽ കൊണ്ട് പട്ടാളത്തെ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അത് കാര്യമൊന്നുമില്ല. കാരണം സൗദിക്കും പാകിസ്ഥാനെ അത്ര വിശ്വാസമുണ്ട്. ഇസ്രായേലിന് ഈ ഇടക്കാലത്ത് ഇസ്രായേലുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചു. മറ്റൊരു സമയത്ത് ഇറാനുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഇന്ന് ഇപ്പോഴേ ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത, ഇസ്രായേൽ ഒരു സൗദിയിലെ ഒരു വിമാനത്തിൽ ഒരു ഹെലികോപ്റ്ററിൽ പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുപോയ ഫിസൈൽ മെറ്റീരിയൽ, അതായത് സ്ഫോടക ശേഷിയുള്ള ന്യൂക്ലിയർ ഹൈലി എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം അതടങ്ങുന്ന ഒരു ഹെലികോപ്റ്റർ സൗദി അറേബ്യയിൽ തകർന്നു വീണു. അത് തകർത്ത ഇറാനാണെന്ന് വരെ സംശയമുണ്ട്. അപ്പൊ ഏതെല്ലാം രീതിയിലാണ് കാര്യങ്ങൾ പാകിസ്ഥാനിൽ മാറി മറിയുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാനിലെ ഒരൊറ്റ പ്രവിശ്യയിൽ മാത്രമേ സർക്കാർ സംവിധാനത്തിന് നിലനിൽപ്പുള്ളൂ. അത് പഞ്ചാബ് പ്രോവിൻസിലാണ്. ബലൂചിസ്ഥാനിൽ അവിടെ ഏതാണ്ട് സ്വാതന്ത്ര്യം പോലെയാണ്, അവരുടെ സ്വന്തം ഭരണമാണ്. ഖൈബർ പഖ്തൂൺഖ്വ എന്ന് പറയുന്ന പഴയ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യ, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്, അവിടെയും ഇതനാണ്. ഇപ്പോ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ, ജമ്മു ആൻഡ് കാശ്മീർ, അവിടെയും സ്ഥിതി ഇതാണ്. സിന്ധിലും വീണ്ടും പ്രശ്നമാണ്. ഒറ്റ പ്രവിശ്യയിൽ മാത്രമേ പാകിസ്ഥാനിലെ രാജ്യത്തിന്റെ നീതിന്യായ സംവിധാനത്തിനോ അതുപോലെ സുരക്ഷാ സംവിധാനത്തിനോ ഒക്കെ തന്നെ പ്രസക്തിയുണ്ട്. ഇങ്ങനെ പല ഭാഗത്തു നിന്നും പാകിസ്ഥാൻ ആന്തരികമായ സംഘർഷത്തിലാണ്. അപ്പോൾ ഇത് അണ്വായുധ കൈവശം ഉണ്ടായിട്ട് ഇതെന്ത് പ്രയോജനം? പാകിസ്ഥാന് ബലൂചിസ്ഥാനിൽ കൊണ്ട് അണ്വായുധം ഇടാൻ പറ്റും. പാകിസ്ഥാന് ഖൈബർ പഖ്തൂൺഖ്വയെ കൊണ്ടുപോയി അണ്വായുധം ഇടാൻ പറ്റും. അപ്പോ അണ്വായുധം ഒരു ബാധ്യതയാണ്. അണ്വായുധം മാത്രമല്ല, അണ്വായുധം യുദ്ധത്തിൽ പ്രയോഗിക്കാനൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും പറ്റില്ല. അത് ഏതെങ്കിലുമൊക്കെ ഒരിക്കൽ പ്രയോഗിച്ചാൽ അതോടെ തീരുകയാണ് സർവ്വതും. അപ്പൊ പാകിസ്ഥാന്റെ ഒരു ഇന്ത്യ വിരുദ്ധ പോളിസി, അണ്വായുധം വന്നാൽ നമ്മളെല്ലാമായി എന്നുള്ളത്, അത് തെറ്റിപ്പോയി എന്നുള്ള ഒരു വളരെ കൃത്യമായിട്ടുള്ള വിലയിരുത്തല് ലോകത്തെ എല്ലായിടത്തു നിന്നും ഇപ്പോ പാകിസ്ഥാന്റെ നേർക്ക് വരുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ഇതുവരെ അവർ പിന്തുടർന്ന നയത്തിൽ നിന്നും മാറ്റം വരുത്തുക എന്നുള്ളത്, അതായത് അടിമുടി മാറേണ്ട വരും. അങ്ങനെ മാറ്റം വരുത്തിയാൽ ആ പാകിസ്ഥാന് ലോകത്തിന് മുന്നിൽ പ്രസക്തിയോടെ നിലനിൽക്കാനായിട്ട് മറ്റൊന്നും കൈവശം ഇല്ലതാണ്. ഇതൊരു വല്ലാത്ത
നമ്മളെ ചോദ്യത്തിന്റെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് പാകിസ്ഥാനെ കുറിച്ച് പൊതുവിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇത്തരം അബദ്ധങ്ങൾ ഒരുപാട് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരും. അപ്പോഴും അമേരിക്കയ്ക്കും ചൈനയ്ക്കും പാകിസ്ഥാൻ ഇപ്പോഴും പ്രിയപ്പെട്ടതാണ്. അതെന്തുകൊണ്ടാണ്? അത് തീർച്ചയായിട്ടും അത് ആർക്കും സംശയം ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇത് അമേരിക്കയ്ക്കായാലും ചൈനയ്ക്കായാലും ഇന്ത്യയെ കണ്ടെയ്ൻ ചെയ്യുക, അതായത് ഇന്ത്യയെ ഒന്ന് നിയന്ത്രിച്ചു നിർത്തുക എന്നുള്ളത് ഈ രണ്ട് രാജ്യങ്ങളുടെ ആവശ്യം. ഇപ്പൊ ഇന്ത്യ എന്ന രാജ്യം ഇല്ലായിരുന്നെങ്കിൽ ഏഷ്യയിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ആയേനേം ചൈന. ഇന്ത്യ എന്ന രാജ്യം ഇല്ലായിരുന്നെങ്കിൽ ദക്ഷിണേഷ്യയിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എന്ത് പറഞ്ഞാലും ഇവിടെ നടക്കുമായിരുന്നു. ഇപ്പോ ഉദാഹരണത്തിന് അമേരിക്കയ്ക്ക് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ അടുത്ത് ഒരു രാജ്യം വരണം. ആ രാജ്യം വരണമെങ്കിൽ ഇന്ത്യയാണ് അതിന് തടസ്സം. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ വിഭജിച്ച് അല്ലെങ്കിൽ ഇവിടുന്ന് കുറെ പ്രദേശം പിടിച്ചെടുത്ത് അവിടെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാഷ്ട്രം ഉണ്ടാക്കണമെന്നാണ് അമേരിക്കയുടെ ആഗ്രഹം. ഇത് ഇന്ത്യ പറയുന്നതല്ല, മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ് ഇത് ആദ്യം പുറത്തുവിട്ടത്. അതിനുശേഷം ഇപ്പം കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ പ്രതിസന്ധികളും ഉണ്ടാക്കുന്നത് ബാപ്റ്റിസ്റ്റ് മിഷണറിമാരാണ്. ആ വിഭാഗം ലോകത്തിൽ അമേരിക്കയിലാണുള്ളത്. ബാപ്റ്റിസ്റ്റ് ചർച്ച് എന്ന് പറയുന്ന അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റന്റ് ചർച്ചാണ്. അപ്പോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഇന്ത്യൻ ഓഷ്യനിൽ, അതായത് ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അവർക്ക് അവരുടെ ഇഷ്ടാനുസരണം അവർക്ക് ഇവിടെ നിയന്ത്രിക്കാം. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് വിഷയം. ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇന്ത്യയാണ് അവർക്ക് ഉള്ള ഒരു പ്രതിസന്ധി. ഇപ്പോ ഇന്ത്യയെ പോലൊരു രാജ്യം ഇല്ലായിരുന്നെങ്കിൽ ചൈനയെ വെല്ലാൻ ഒരു രാജ്യത്തിനും പറ്റില്ല. ചൈനയുടെ അത്രയും സൈനിക ശേഷി ആർക്കുണ്ട് ഏഷ്യയിൽ? സാങ്കേതികമായിട്ട് ജപ്പാനും ദക്ഷിണ കൊറിയയും ഒക്കെ വലിയ മുന്നേറ്റങ്ങളുണ്ട്. പക്ഷെ ചൈനയുടെ സൈന്യം, ചൈന പണ്ടൊരു സൈന്യത്തിന് ഹ്യൂമൻ വേവ് എന്ന് പറഞ്ഞിട്ട് ഒരു തിയറി ഉണ്ടായിരുന്നു, ഒരു വാർ ഡോക്ട്രിൻ, ഒരു യുദ്ധതന്ത്രം. അതായത് 100 കണക്കിന് പട്ടാളക്കാരെ അങ്ങോട്ട് അതിർത്തിയിലോട്ട് ചെയ്തു. ആദ്യത്തെ ഒരു 100 പേര് കൊല്ലപ്പെടും, അതിന്റെ പുറകെ വീണ്ടും 100. ഇങ്ങനെ ഒരു മനുഷ്യ മഹാസമുദ്രം ചെല്ലും. കുറച്ചു കഴിയുമ്പോൾ ഈ എതിരാളിക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥയാണ്. ആയുധമൊന്നും ഇല്ലെങ്കിൽ പോലും ചൈനീസ് സൈന്യം ഉള്ളിൽ കയറി അവിടെ താമസം തുടങ്ങും. ഇത് തടയാൻ അതിന് സമാനമായ ആൾബലം ഒരൊറ്റ രാജ്യത്തിനെ ലോകത്തിലുള്ളൂ, അത് ഇന്ത്യക്കാണ്. പല മേഖലകളിലും ഇങ്ങനെ തന്നെയാണ്. ഈ അടുത്ത കുറച്ച് ദിവസം മുമ്പ് അമേരിക്കയുടെ കമേഴ്സ് സെക്രട്ടറി അമേരിക്കയിൽ നടന്ന ഒരു പ്രഭാഷണത്തെ അദ്ദേഹം പറഞ്ഞു, ലോകത്തിൽ ഇത്രയും ടെക്നിക്കലി സ്കിൽഡ് ആൾക്കാര് ഇന്ത്യയിലാണ് ഉള്ളത്. ചൈനയ്ക്ക് പോലും ഇന്ത്യയുടെ പിറകിലേക്ക് പോവാണ്. ഇതുവരെ ചൈനയായിരുന്നു അതിൽ മുന്നിട്ട്, ഇപ്പോൾ ഇന്ത്യ ആവുകയാണ്. ഇത് കൊണ്ടാണ് ആപ്പിൾ പോലുള്ള ഒരു മഹാസ്ഥാപനം ചൈനയിൽ നിന്നും പ്രൊഡക്ഷൻ സെന്റർ ഇന്ത്യയിലേക്ക് മാറ്റിയത്. ഇതാണ് ഇതിന്റെ ഒരു രഹസ്യം. അതായത് ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നപ്പോൾ ബ്രിട്ടൻ ഇന്ത്യയെ വിഭജിച്ച് പാകിസ്ഥാൻ ഇന്ത്യ എന്ന രണ്ട് രാജ്യങ്ങളെ സൃഷ്ടിച്ചത് ഇത് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: ഇന്ത്യയെ കണ്ടെയ്ൻമെന്റ് പോളിസി, ഇന്ത്യയെ നിയന്ത്രിക്കുക, ഇന്ത്യ ഒരു മഹാശക്തി ആവാൻ ഇനി അനുവദിക്കാതിരിക്കുക. ജർമ്മനിയെ എന്തുകൊണ്ടാണ് വിഭജിച്ചത്? ജർമ്മനി ഒരു മഹാശക്തി ആകുമായിരുന്നു. ഈ രണ്ട് ജർമ്മനികളോട് ഒരുമിച്ച് യുദ്ധത്തിന് ശേഷം നിന്നിരുന്നെങ്കിൽ ആ ജർമ്മനി ഒരു മഹാശക്തി ആകുമായിരുന്നു. അത് മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സമ്മതമല്ല. അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ കാര്യത്തിൽ. ഇന്ത്യയുടെ ശക്തി ബ്രിട്ടീഷുകാർക്ക് അറിയാം. 15-ാം നൂറ്റാണ്ടിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ ഇവിടെ വരുമ്പോൾ മുഗൾ സാമ്രാജ്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ബ്രിട്ടൻ പരാജയപ്പെട്ടു. പിന്നെ എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് അവർ വീണ്ടും ഇന്ത്യ ആക്രമിക്കാനായിട്ട് 1600-കളിലാണ്. പിന്നീട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ബ്രിട്ടൻ ഇന്ത്യ ആക്രമിച്ച് കീഴടക്കിയത്. അപ്പോ അവർക്കറിയാം ഇന്ത്യയുടെ ഒരു സ്കിൽ, മാൻ പവർ, ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി മാൻ പവറാണ്. ഈ മാൻ പവറാണ് അവരെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് കണ്ടെയ്ൻമെന്റ് പോളിസി നടപ്പാക്കിയതും ഇന്ത്യയെ നിയന്ത്രിച്ചു നിർത്തുക. ഇത് ലോകത്താർക്കും പാകിസ്ഥാനെ വേണ്ട, പക്ഷേ ചൈനയ്ക്കും അമേരിക്കയ്ക്കും വേണം. വേണ്ടുന്നത് പാകിസ്ഥാനെ രക്ഷിക്കാനല്ല, അവരുടെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളാണ്. ആ ഇന്ത്യ വിരുദ്ധ നിലപാടിന് വേണ്ടിയിട്ട് അവരൊരു രാജ്യത്തെ നിലനിർത്തി അവരുടെ സ്റ്റൂജസ് എന്ന ഇംഗ്ലീഷിൽ പറയുന്ന
അവരുടെ വെറും പാവകളാണ് പാകിസ്ഥാൻ ഭരണകൂടം. എന്തായാലും ശരി, ഇത് ലോകം മുഴുവൻ തിരിച്ചറിയപ്പെട്ടു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ പാകിസ്ഥാന് ഒരു രാഷ്ട്രം എന്നുള്ള നിലനിൽപ്പിൽ അവരെന്ത് തന്ത്രമാണ് അവർ പ്രയോഗിക്കുക, അവരുടെ വളർച്ചയ്ക്ക് എന്ത് നയങ്ങളാണ് അവർ സ്വീകരിക്കുക, ലോകം ഇത് കൗതുകത്തോടെ നോക്കിയിരിക്കുന്നു. കൂടുതൽ ഇത് സംബന്ധിച്ച വിശകലനങ്ങൾ പുറത്ത് വരും ദിവസങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചർച്ചകളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.